എൻ്റെ പേര് വേണുഗോപാൽ, കുണ്ടളശ്ശേരി. എൻ്റെ കാറ്ററിംഗ് ചില്ലീസ് നമ്മുടെ സ്ഥാപനം കുണ്ടളശ്ശേരി. കാറ്ററിംഗ് രംഗത്ത് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ഹോട്ടൽ ഫീൽഡ് തന്നെയായിരുന്നു. ചെറുപ്പം മുതൽ ഹോട്ടൽ ഫീൽഡ് തന്നെയായിരുന്നു. തുടക്കം പാലക്കാട് അശോകൻ, അത് കഴിഞ്ഞ് ഗുരുവായൂർ ഗുഡ്ലൻഡ്സ്, പിന്നെ ഒറ്റപ്പാലം ശ്രീലക്ഷ്മി ഹോട്ടൽ. അങ്ങനെ ചെറുപ്പം മുതലേ ഹോട്ടലിൽ തന്നെയായിരുന്നു, ഹോട്ടൽ വർക്ക് തന്നെയായിരുന്നു. അതിനുശേഷം ഒരു 10-15 കൊല്ലം ഗൾഫിൽ പോയി. അവിടെ ഹോട്ടൽ മേഖല, ഗൾഫിൽ ഹോട്ടൽ തന്നെയായിരുന്നു. അവിടെ വന്ന് പിന്നെ നാട്ടിൽ ഹോട്ടലിട്ടു. പിന്നെ ഇപ്പോൾ കാറ്ററിംഗ് സർവീസ് അന്നുമുണ്ട്, കാറ്ററിംഗ് സർവീസ് ഇന്നും ഉണ്ട്. അപ്പോൾ അന്ന് ഹോട്ടൽ പൂട്ടിയപ്പോൾ പിന്നെ സജീവമായിട്ട് കാറ്ററിങ്ങിൻ്റെ നമ്മുടെ നാട്ടിൽ തന്നെ കേരളശ്ശേരി ഉണ്ട്. അവിടെ 4 വർഷം നിർത്തി ഹോട്ടലും കാറ്ററിംഗ് കൂടി. ഹോട്ട് ചില്ലീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഹോട്ട് ചില്ലീസിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. നമ്മളിപ്പോൾ ചെറിയ ഓർഡറുകൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുത്തയക്കും, കയറ്റി വിടും, അല്ലെങ്കിൽ കൊണ്ട് സപ്ലൈ ചെയ്യും. വലിയ ഓർഡറാണെങ്കിൽ സദ്യ ഉണ്ട്, പിന്നെ റിസപ്ഷൻ ഉണ്ട്, പിറന്നാൾ സദ്യ, അങ്ങനെ ഏത് സദ്യകൾ നോണല്ലാത്ത സദ്യകൾ വേണമെങ്കിൽ സദ്യ അടിച്ചു കൊടുക്കും. നോണിൻ്റെ ആണ് റിസപ്ഷൻ, അതും ചെയ്തു കൊടുക്കും. അത് 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്, പിന്നെ 17 ഉണ്ട്. അവിടുന്ന് അത് അവർക്ക് അങ്ങനെ എത്ര ഐറ്റംസ് കറികൾ വേണം, അതിൽ എത്ര ഐറ്റംസ് പായസം വേണം, അതിനനുസരിച്ച്. നോണിലേക്ക് വരുമ്പോൾ മലബാർ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, രാവുത്തർ ബിരിയാണി, ആമ്പൂർ ബിരിയാണി, അങ്ങനെ ബിരിയാണികൾ എല്ലാ ഐറ്റം ഉണ്ട്. ചിക്കനിൽ ചില്ലി ചിക്കൻ, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കൊണ്ടാട്ടം, അങ്ങനെ ചിക്കനിലെ ഏതൊക്കെ ഐറ്റംസ് നമ്മൾ ആവശ്യപ്പെടുന്നു അതും നമ്മൾ ചെയ്ത് കൊടുക്കും. ഉണ്ട് അങ്ങനെ. ഇപ്പോൾ അവർ വീടുകളിൽ പോയിട്ട് അവിടുന്ന് സാധനമായി തന്നിട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കൊടുക്കും. അല്ല അവർക്ക് മൊത്തമായിട്ട് മണ്ഡപത്തിൽ നമുക്ക് പ്ലേറ്റിന് കണക്കാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും. അത് നമ്മൾ അവർക്ക് ഒരു 500 ആൾ പറഞ്ഞാൽ നമ്മൾ 700 ആളുടെ കാണും ഫുഡ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ 500 പറഞ്ഞാൽ 700 ആളാവും. അപ്പോൾ നമ്മളത് ലേബറിന് എടുത്തു കഴിഞ്ഞാൽ അവർ എത്ര സാധനമാണെങ്കിൽ നമ്മൾ അടിച്ചു കൊടുക്കും. പ്ലേറ്റിനാകുമ്പോൾ നമുക്ക് 500 പറഞ്ഞാൽ ഒരു 600 വരെയൊക്കെ കൊടുക്കും. അതിന് കൂടിക്കഴിഞ്ഞാൽ പ്ലേറ്റിന് പിന്നെ എക്സ്ട്രാ ചാർജ് ആവും. നമ്മളിപ്പോൾ മൊത്തം ഇവിടെ ഒരുവിധം സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. പാലക്കാട് നിന്നിട്ട് കോയമ്പത്തൂരുണ്ട്, പാലക്കാട് പോയിട്ടുണ്ട്, പിന്നെ മലപ്പുറം, മറ്റേ എറണാകുളം, ആലുവ, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്, തഞ്ചാവൂർ. അവിടുത്തെ ഫുഡ് രീതി വേറെ വ്യത്യാസമാണ്. അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ടിഫൻ ഉണ്ടാവും. രാവിലെ നേരത്തെ ചായ കൊടുക്കണം, അത് കഴിഞ്ഞാൽ ടിഫൻ കൊടുക്കണം, ടിഫൻ കഴിഞ്ഞാൽ സദ്യ കൊടുക്കണം, സദ്യ കഴിയുമ്പോഴേക്കും അവർക്ക് റിസപ്ഷൻ ആവും. അതായത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേദിവസം തന്നെ ഒരു 3 നേരം ഭക്ഷണം ഉണ്ട്, 3-4 നേരം ഭക്ഷണം വരും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സദ്യ വരണ, പിറ്റേ ദിവസം രാവിലത്തെ ഫുഡ് ടിഫൻ, അത് കഴിഞ്ഞാൽ അവർക്ക് ഉച്ചത്തോടെ സദ്യയോടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. സദ്യ ആണെങ്കിൽ. നോണാണെങ്കിൽ അതേമാതിരി തന്നെ. നോണാകുമ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരിക്കും. അതിൽ ബിരിയാണി കോഴി പൊരിച്ചതുണ്ടാവും, ചിലപ്പോൾ ഫിഷ് പൊരിച്ചതുണ്ടാവും, ബിരിയാണി അപ്പോൾ ആമ്പൂർ ബിരിയാണി, അങ്ങനെ തലശ്ശേരി ബിരിയാണി, അങ്ങനെ അവർ ഏത് ആവശ്യപ്പെടുന്ന വെച്ചാൽ അത് നമ്മൾ ചെയ്തു. അതന്നെ. നമ്മളിപ്പോൾ ഒരു ലേബറിന് പോവുകയാണെങ്കിൽ ഒരു വീട്ടുകാർക്ക് പാവപ്പെട്ടവരാണ്, ഇപ്പോൾ ചിലപ്പോൾ ഒരു മീഡിയം ക്ലാസ് ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ലേബറിനാണ് നമ്മൾ ഒരു പറയ്ക്ക് ഇത്ര റുപ്യ പറഞ്ഞിട്ട് പറയുക. അപ്പോൾ അതിന് ബില്ല് നമ്മൾ കൊടുക്കുക അവർക്ക് സാധനം. അത് ബില്ല് കൊടുത്താൽ ഒരു 1000 ആളുടെ എണ്ണം, ഒരു 1200 ആളുടെ മാക്സിമം കഴിക്കാം. അതിലും അങ്ങോട്ട് വേസ്റ്റ് വരില്ല, സാധനങ്ങൾ വേസ്റ്റ് ഉണ്ടാവില്ല, വേസ്റ്റ് വരില്ല. മക്കളും പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരും. ഞങ്ങൾ പറഞ്ഞാൽ പണ്ട് അശോകത്തെ ഒന്നായിട്ടുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒക്കെ 10-25 കൊല്ലം ബന്ധമുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും വർക്കറിയാം. ഇത് ഞങ്ങളതിന് ആരും ചെറിയവനുമില്ല വലിയവനുമില്ല, എല്ലാ പണിയും എല്ലാവരും എടുക്കും. അപ്പോൾ ഞാൻ കാറ്ററിംഗ് എടുത്തുകൊണ്ട് ഞാൻ മുണ്ടാൻ ആൾക്ക് എല്ലാവരും മറ്റുള്ളവർ കാറ്ററിംഗ് എടുത്തു അവർ മുണ്ടാണ്. ഞങ്ങൾ പാത്രം കഴുകുന്ന തൊട്ടിട്ട് എല്ലാറ്റിലും ഞങ്ങൾ സജീവമായിട്ട് നിൽക്കും. അതിൽ കാറ്ററിംഗ് മുതലാളിമാരെ പറഞ്ഞിട്ട് ആരും നെളിഞ്ഞ് നടക്കുകയൊന്നുമില്ല, എല്ലാ പണിയും എല്ലാവരും എടുക്കും. ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് മോഹനൻ. ഞങ്ങളൊക്കെ ഒരുമിച്ച് ചെറുപ്പം മുതലേ പാലക്കാട് അശോകനിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഇത് അതേമാതിരി നമ്മുടെ കൂട്ടുകാരൻ ഗിരീഷ്. അതെ, പാലക്കാട് ഞങ്ങൾ ഫസ്റ്റ് നടന്ത പറയും, നടന്ത റെസ്റ്റോറൻറ്റ് ഓപ്പൻസ് റോട്ടിൽ, പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡായിട്ട് അവിടെയായിരുന്നു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അശോകനിൽ ഞങ്ങൾ വേണുഗോപാൽ പറഞ്ഞ ആൾ ഞങ്ങളെല്ലാം ചേർന്നിട്ട്
10-20 കൊല്ലം ഒരുമിച്ച് അങ്ങനെ വർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ ഗിരീഷ് ഇപ്പം ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളൊരാൾ വർക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കും. ഞങ്ങൾ 3 ആൾക്കാരും എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആദ്യം ആരെടുക്കണോ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിൽ വർക്കുകൾ ചെയ്തിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ ഞങ്ങൾക്ക് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അഭിപ്രായത്തിൽ ദൈവസഹായം കൊണ്ട് കുഴപ്പമില്ല. നാളെ ഇപ്പോൾ ഒരു സദ്യയും പിന്നെ വൈകിട്ട് കോഴിയും കുമ്പളയും അങ്ങനെ ഒരു ഫുഡാണ് പറഞ്ഞാൽ ഞങ്ങൾ ഒരു 2 മണിക്ക് സ്റ്റാർട്ടാവും. 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നാളത്തെ ഫുഡ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വൈകുന്നേരത്തേക്കുള്ള കോഴിയും കുമ്പളയും ഇതൊക്കെ 6 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഫുഡ് റെഡിയാക്കി കൊടുക്കും. പിന്നെ നാളെ രാവിലേക്കുള്ള സദ്യ കാര്യങ്ങൾ, അരിക്കുള്ള കട്ടിങ് കാര്യങ്ങൾ, പാചകങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ള നാളേക്കുള്ള വർക്ക് ഞങ്ങളിപ്പോൾ രാത്രി 12-1 മണിക്ക് സ്റ്റാർട്ടാവും. 1 മണിക്ക് സ്റ്റാർട്ടാവും രാത്രി. ശരിക്കും പാലടാന്ന് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മളൊരു 4 മണിക്കൂറാണ് അതിൻ്റെ കണക്ക്. ശരിക്ക് 3.5-4 മണിക്കൂർ അതിലേക്ക് വേണം. എന്നാലും അത് പാല് ഞങ്ങളിപ്പോൾ ഒരു കിലോ അട പറഞ്ഞാൽ ഞങ്ങളൊരു 20 ലിറ്റർ പാലെടുക്കും. അതിലേക്ക് ഇപ്പോഴത്തെ പഞ്ചസാര എന്ന് വെച്ചാൽ മധുരം കൂടുതലും കുറയുണ്ട്. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഒരു 4 എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് അനുസരണം കൊടുക്കും. ശരിക്കും 4 മണിക്കൂർ കുറുകിയാൽ അതുകൊണ്ട് പായസം അത് കറക്റ്റ് ആവുള്ളൂ. പാലടക്കി ഒരു കിലോ അടായി. അത് ഞങ്ങൾ മിൽക്ക് മെയ്ഡ് അങ്ങനത്തെ സംഗതികളൊന്നും ചേർക്കില്ല. അതിൽ കൃത്രിമങ്ങളൊന്നുമില്ല. പാല് തിളച്ച് കുറുകിയിട്ട് തന്നെ ആ കളർ വരണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരും. ടേസ്റ്റും അതിൻ്റെ കളറും ഗോൾഡൻ കളർ വരണമെങ്കിൽ അത് ഈ 4 മണിക്കൂർ 4-4.5 മണിക്കൂറിൻ്റെ അടുത്ത് വരും. ഇല്ല, നമ്മുടെ ഫുഡിനകത്തില്ല. നമ്മുടെ ഫുഡ് അത് എന്താ അറിയോ, അങ്ങനെ വരുന്ന ഈ തലേദിവസം രാത്രി നേരത്തെ വെച്ചിട്ട് നേരത്തെ വെക്കുക എന്നാണ് അങ്ങനെ വരുന്നത്. ഞങ്ങളൊക്കെ ഒരു ഫുഡ് ഏകദേശം ഒരു 4:30 മണിയാകുമ്പോഴേക്കാണ് ഏകദേശം ആവുള്ളൂ, എല്ലാം ഇറക്കുള്ളൂ. അത് ആ കല്യാണത്തിൻ്റെ തലേദിവസം കല്യാണം കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഇതിന്ന് പാർസലെടുത്ത് വീട്ടിൽ കൊണ്ടുപോയാലും 2 ദിവസം കഴിക്കാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകലുണ്ട്. എല്ലാവരും അത് വീട്ടിൽ കൊണ്ടുപോയി. ഞങ്ങൾ ചെയ്യുന്ന ഓരോ കറികൾ അങ്ങനെ, അതായത് അവിയിൽ അത് തൈര് ഒഴിച്ച് വയ്ക്കുന്ന കറി ഫസ്റ്റ്, അപ്പോൾ പിന്നെ അതിൽ തൈര് ഒഴിച്ച് അങ്ങനെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ വരിക. അങ്ങനെയാണ് കറി ലാസ്റ്റിലേക്കാണ് ഈ ഓലിനൊക്കെ വരുള്ളൂ. അപ്പോൾ അത് കേട് വരുന്നത് ലാസ്റ്റിലേക്ക് വരും. അപ്പോൾ അത് സമയം ഒരുപാടായി കഴിഞ്ഞു. അപ്പോൾ അതിൽ വേറെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൂട്ടുകറിയും അവിയലും ഒക്കെ നേരത്തെ ആയാലും കേട് വരില്ല. മറ്റേ ഓലിനൊക്കെ പിന്നെ പാലൊഴിച്ച് ചിലപ്പോൾ നേരത്തെ വെച്ചാൽ അത് കേട് വരും. അവർക്ക് മെയിനായിട്ട് ടിഫിനാണ് കൂടുതൽ അവർക്ക് ഇതാകാറ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കേരള മറ്റേ പാലക്കാട് സദ്യ വേണമെന്നുള്ള പറയുമ്പോൾ ആ സാധനം അവർ അടിച്ചു കൊടുക്കാറുണ്ട് അവിടെ. അവർക്ക് മറ്റേ ഇഡ്ഡലി ഉണ്ടാവും, മൂത്തപ്പം ഉണ്ടാവും, പൂരി ഉണ്ടാവും, മറ്റേ സേവ ഉണ്ടാവും, കിച്ചടി ഉണ്ടാവും, അതേപോലെ ഉഴുന്നുവട ഉണ്ടാവും, പരിപ്പുവട ഉണ്ടാവും, പൊങ്കലുണ്ടാവും, പിന്നെ തൈര് സാധനം എല്ലാം അവിടെ ടിഫിനിലാണ് മെയിനായിട്ട് അവർക്ക് ഇത്. പിന്നെ നമ്മുടെ സദ്യ പാലക്കാട് സദ്യ അവർ വേണമെന്നുള്ള പാർട്ടിക്കാർ പറയുമ്പോൾ നമ്മൾ അത് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ പായസം മെയിനായിട്ട് അവർ വേണം പറയാറുണ്ട്. സാധാരണ പാലക്കാട് പായസം, പാലട, പഴം, ഇതൊക്കെ മെയിൻ വേണം പറയാറുണ്ട് അവർ. അതൊക്കെ പോയി അടിച്ചു കൊടുക്കാറുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾക്ക് കഞ്ചിക്കോട് ഉണ്ടായിരുന്നു. അന്നത്ര 500 ലിറ്റർ പായസം വെച്ചു നിങ്ങൾ ഫുള്ള് കാലി ഓണത്തിന്. ഞങ്ങളെല്ലാവരും നടക്കില്ല. അപ്പോൾ ആദ്യം ഒരു ടീം തീരുമാനിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾക്കിപ്പോൾ ഒരേ സമയത്ത് 2-3 സ്ഥലത്ത് വർക്ക് ഉണ്ടെങ്കിൽ അതിൽ മെയിൻ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവിടും. അപ്പോൾ വർക്ക് വിടില്ല. നല്ല രീതിയിൽ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 10 റുപ്യ അധികം അല്ലാണ്ട് കമ്മിയാരും നിങ്ങളെ ഫുഡ് കുളമായി പൈസ അങ്ങനെയാന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞാലും 10 റുപ്യ അധികം തന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഫുഡിൻ്റെയും നമ്മുടെ ഇതും ഇഷ്ടമാകുമ്പോൾ തന്നെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫുഡിന് ഞങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറയും. അത് എന്തെങ്കിലും കുറവുകളോ കൂടുതലോ ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ തമ്മിൽ സംസാരിച്ചിട്ട് ക്ലിയറാക്കും. എല്ലാം നമ്മുടെ തന്നെ കറക്റ്റായിട്ട് ഇരിക്കുക ശരിയാണെന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് കുറവുണ്ടെങ്കിൽ പറയും. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തും. അതുകൊണ്ട് ഇതുവരെയ്ക്ക് അങ്ങനെ മോശം വന്നിട്ടില്ല. മോശം ഞങ്ങൾ അത് എത്ര ചെറിയവനായാലും വലിയ അതന്നെ ഞങ്ങൾ ചെറിയ വലിയവനില്ലാന്ന്. ഇപ്പോൾ ഞങ്ങളൊരു 1000 ആളുടെ സദ്യ പറഞ്ഞാൽ 8 ആൾ മാക്സിമം ഉണ്ടാവും. ഒരു 1000 ആളുടെ സദ്യ. അപ്പോൾ എല്ലാവരും അഭിപ്രായം ഞങ്ങൾ എടുക്കും. എന്നിട്ട് അതിൽ കറക്റ്റായിട്ട് അങ്ങനെ കൊണ്ടുപോകും. ഒരാൾ മാത്രമല്ല ഉപ്പ്. അപ്പോൾ അതിലൊരു ഉപ്പ് നോക്കിയാൽ പറഞ്ഞാൽ ഞങ്ങൾ 8 ആൾ നോക്കിയിരിക്കും. എന്നുവെച്ചാൽ വേറൊരാൾ പറയുന്നതിന് മുമ്പ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തിരിക്കും. ഫാമിലിയിൽ ഞാനും ഭാര്യ 2 മക്കൾ. ഒരാളുടെ മാരേജ് കഴിഞ്ഞു, ഒരാളും കൂടി മാരേജ് ഉണ്ട്. ചെറിയ 2 ആളും മസ്കറ്റിലാണ്. പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഉണ്ട്, നിറയെ കോമ്പറ്റീഷൻ. വില ചാർജ് അങ്ങോട്ടും കൂടും കമ്മിയാക്കി കൊടുക്കും ചിലവർ. മറ്റേ മാക്സിമം ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 60 റുപ്യക്ക് ഒരു സാധനം എടുക്കുക പറഞ്ഞാൽ നമ്മളത് അറിഞ്ഞു പറഞ്ഞാൽ മറ്റുള്ളത് അത് 50 റുപ്യക്ക് തരാമെന്ന് പറയും. ഇപ്പോൾ ഒരു 150 റുപ്യ ഒരു പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ ഒരു 120 റുപ്യക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളത്, അതായത് എക്സ്പെൻസ് കമ്മിയാക്കി കൊടുക്കുക, പിടിക്കുക. പക്ഷേ നമ്മളത് ഫുഡും കാര്യങ്ങളൊക്കെ ഒറിജിനലായിരിക്കും.
ഒരു ഡ്യൂപ്ലിക്കേറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. 10 ആൾക്ക് പറഞ്ഞാൽ 12 ആൾ ഭക്ഷണം കഴിക്കുന്നല്ലാണ്ട് മറ്റേ ഈ വരാമയൊക്കെ 10 ആൾ പറഞ്ഞാൽ 8 ആൾക്കേ ഭക്ഷണം കഴിക്കാൻ പറ്റും. അതായത് മറ്റേ നമ്മൾ ഉണ്ടാക്കുന്ന ഒറിജിനൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കളും ഭാര്യമാരെ കഴിക്കണമെന്നുള്ള ചിന്താഗതി തന്നെ ഉണ്ടാക്കണം. അല്ലാണ്ട് എങ്ങനെയും ഇതാക്കി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒരു മോശം അഭിപ്രായം പറയാം. അല്ലെങ്കിൽ ഒരു പറയാം എന്താ ഫുഡ് കഴിച്ചു റിസപ്ഷന് പോയി വയറ് കഴിച്ചിട്ട് വയ്യ, ഇല്ലെങ്കിൽ മറ്റേ എന്താ ഒരു വയറ്റിന് സുഖമില്ല, അങ്ങനെ ഒരു പറച്ചിൽ നമ്മുടെ കാറ്ററിങ്ങിൽ പറയില്ല. നല്ല പാക്കുണ്ട്. നമ്മുടെ ഫുഡ് കഴിച്ചിട്ടാണ് ഇപ്പോൾ മിനിഞ്ഞാന്ന് ഞങ്ങൾ വർക്കിന് പോയത്. ഞങ്ങളുടെ ഫുഡ് കഴിച്ചിട്ട് അവിടെ സപ്ലൈക്കാർ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞങ്ങളെ വിളിച്ച് ഇതടിപ്പിക്കുന്നത്. കണ്ടിന്യൂട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഇപ്പോൾ നല്ല വർക്കുകൾ വരുന്നുണ്ട്. കഴിച്ചിട്ട് അത് ആരാ വെച്ചിരുന്ന ആളാണ് പറയുമ്പോൾ അങ്ങനെ തന്നെ വരുന്ന ഫുഡ്. അല്ലാണ്ട് നമ്മൾ പബ്ലിസിറ്റി അധികം കൊടുത്തിട്ടൊന്നുമില്ല ഇതുവരെ. രാത്രി ബിരിയാണി എന്ന് പറഞ്ഞാൽ മലബാർ ബിരിയാണി പറഞ്ഞാൽ നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്ത് വേറെ ഉണ്ടാവുക, മറ്റേ ചിക്കൻ മസാല റോസ്റ്റാക്കി വേറെ ഉണ്ടാവും, റൈസ് വേറെ ഉണ്ടാവും. മറ്റേ രാത്രി ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയിൽ ചിക്കൻ അത് തന്നെ ദമ്മിടുകയാണ്, മറ്റേ മസാലയൊക്കെ ഉണ്ടാവും. രാത്രി ബിരിയാണി പറയുമ്പോൾ മസാല കളറായിരിക്കും, വൈറ്റായിരിക്കില്ല. അതിൽ തന്നെ ചിക്കൻ ഉണ്ടാവും, നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ മറ്റേ പൊട്ടിച്ച് കഴിക്കാവുന്ന ഇതുണ്ടാവും. അതിലേക്ക് ഒരു സലാഡ് മാത്രം ഉണ്ടായാലും രാത്രി ബിരിയാണി കഴിക്കാം. ആ അരി പിന്നെ വ്യത്യാസം. അരി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അരി നമ്മൾ മലബാറാണ് എടുക്കുക. പിന്നെ ഇന്ത്യ ഗേറ്റ്, റോയൽ കുക്ക്. ബിരിയാണിക്ക് പറഞ്ഞാൽ ഒന്നുമില്ല റോയൽ കുക്ക് പറയും, മലബാർ പറയും, ഇല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് അരി പറഞ്ഞാൽ മറ്റേ ഇന്ത്യ ഗേറ്റ് മറ്റേ ആമ്പൂർ ബിരിയാണിക്ക് അതെടുക്കാം. ബൾക്ക് കൊണ്ടിട്ട് ഒരു 3000-3500 ആൾ വരെ ചെയ്തിട്ടുണ്ട്. അതൊരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുക പണി ചെയ്യുക, രാത്രി കിടക്കുക, രാവിലെ എണീക്കുക പണി ചെയ്യുക, അത്ര തന്നെ. അല്ലാണ്ട് അവിടെ ഒരു വേറെ ഒന്നും ഇല്ലല്ലോ. നാട്ടിൽ നിന്ന് പോയാൽ പിന്നെ ലീവിന് വരുമ്പോഴേ ലീവുള്ളൂ. അടുത്ത 2 വർഷം കഴിഞ്ഞ് വരുമ്പോഴേ പിന്നെ റെസ്റ്റ് വീട്ടിൽ വരുമ്പോൾ അതുവരെ പണി തന്നെ. നമ്മുടെ ജോലിക്കാരും നമ്മുടെ കൂടെ പണിയെടുക്കുന്ന ആളുകളും നമ്മുടെ ഫാമിലി നല്ല സപ്പോർട്ടാണ്. നമ്മുടെ കൂടെ പണിയെടുക്കുന്നവരും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ടാണ്. ഇത് കേലശ്ശേരി പഞ്ചായത്ത് കുണ്ടളശ്ശേരി ചെർക്കേക്കാവിൻ്റെ അടുത്ത് ഹോട്ട് ചില്ലീസ് കാറ്ററിംഗ് സർവീസ്.